ഇന്ന് വരും നാളെ വരും എന്ന അധികാരികളുടെ സ്ഥിരം പല്ലവി കേട്ട് മടുത്തു. ഒടുവിൽ നാട്ടുകാർ ഒത്തുകൂടി പെരുവന്താനം തോപ്പിൽക്കടവിൽ തൂക്കുപാലം നിർമ്മിച്ചു. കോട്ടയം, ഇടുക്കി ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോരത്തോട് ടൗണിന് സമീപത്തെ തോപ്പിൽക്കടവ് പാലം 2018 ഒക്ടോബറിൽ ഉണ്ടായ പ്രളയത്തിലാണ് തകർന്നത്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരും സാധാരണ കർഷകരുമായ ആളുകൾ അധിവസിക്കുന്ന പെരുവന്താനം പഞ്ചായത്തിലെ മൂഴിക്കൽ പ്രദേശത്തെ ആളുകളുടെ ഏക ആശ്രയമായിരുന്നു തോപ്പിൽക്കടവ് പാലം. പാലം തകർന്നതോടെ കുഴിമാവ് ചുറ്റി 10 കിലോമീറ്റർ അധികം സഞ്ചരിച്ച് വേണം ഇവിടുത്തുകാർക്ക് മറുകരയെത്താൻ. ഇതോടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ വലിയ പ്രതിസന്ധിയിലായി. തുടർന്ന് നാട്ടുകാരും പ്രദേശത്തെ ജനപ്രതിനിധികളും ചേർന്ന് അഴുതയാറിന് കുറുകെ ചങ്ങാടമിറക്കി. എന്നാൽ മഴക്കാലത്ത് അഴുതയാറ്റിലെ ജലനിരപ്പ് കുത്തനെ ഉയർന്നതോടെ ചങ്ങാടത്തിലൂടെയുള്ള യാത്ര അപകടകരമായി മാറി. ഇതോടെ ഈ പദ്ധതി ഉപേക്ഷിച്ചു. പാലം തകർന്ന 6 വർഷത്തോടടുത്തിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്നും അവഗണന മാത്രമായതോടെയാണ് കോരത്തോട് നിവാസികളും മേഖലയിലെ സാമുദായിക പ്രസ്ഥാനങ്ങളും കൈകോർത്ത് തൂക്കുപാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ഇതിനായി ഒരു ജനകീയ സമിതിയും രൂപീകരിച്ചു. ഇവരുടെ നേതൃത്വത്തിൽ പാലം പണി ആരംഭിച്ചു. മുൻപ് ഉണ്ടായിരുന്ന കോൺക്രീറ്റ് പാലത്തിനേക്കാൾ ഉയരത്തിൽ അഴുതിയാറിന്റെ 2 വശങ്ങളും ഇരുമ്പ് തൂണുകൾ ബലപ്പെടുത്തി അതിൽ ഇരുമ്പ് വടം വെച്ച് കെട്ടിയാണ് തൂക്കുപാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. അഴുതയാറ്റിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നാലും തൂക്കുപാലത്തിന് കേടുപാട് സംഭവിക്കാത്ത വിധത്തിലാണ് നിർമ്മാണം. 8.5 ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിച്ചത്. ഇതിനോടകം 6,20,000 രൂപയുടെ നിർമ്മാണം നടത്തി. സാമുദായിക സംഘടനയുടെ അകമ്പടിഞ്ഞ സാമ്പത്തിക സഹായത്തിനൊപ്പം വിവിധ സംഘടനകളും നാട്ടുകാരും തൂക്കുപാലം നിർമ്മാണത്തിന്റെ ധനസമാഹരണത്തിൽ മികച്ച പങ്ക് വഹിച്ചു. നിർമ്മാണ പൂർത്തീകരണത്തിലേക്ക് എത്തണമെങ്കിൽ ഇനിയും നല്ലൊരു തുക കണ്ടെത്തേണ്ടതുണ്ട്. വലിയ മഴയ്ക്ക് മുമ്പ് അതിനായുള്ള വഴി കണ്ടെത്താൻ പരിശ്രമിക്കുകയാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, പീരിമേട്.